നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം വളരെ രസകരമാണ്. നിങ്ങൾക്ക് ഒട്ടും താൽപ്പര്യമില്ലാത്ത കുറേ ആളുകൾക്കിടയിലിരിക്കുന്നതിനേക്കാൾ സ്വന്തം ലോകത്ത് ഒറ്റയ്ക്കിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കാറുണ്ടോ? അതായത്, യാതൊരർത്ഥവുമില്ലാത്ത ഉപരിപ്ലവമായ ആൾക്കൂട്ടങ്ങളെക്കാൾ സ്വന്തം കമ്പനി ആസ്വദിക്കുന്നവരാണ് നമ്മളിൽ പലരും. അതെന്തുകൊണ്ടാണെന്ന് നമ്മളിന്ന് ഡീകോഡ് ചെയ്യാൻ പോവുകയാണ്. ഒന്നാലോചിച്ചു നോക്കൂ, വ്യാജമായിട്ടൊരു സൗഹൃദം അഭിനയിക്കുന്നതിനേക്കാൾ ഒരവധി ദിവസം വൈകുന്നേരം തികച്ചും ഒറ്റയ്ക്കിരിക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? വെറുതെ കുറച്ചുപേരുമായി സംസാരിക്കാമെന്ന് വിചാരിച്ച് പുറത്തു പോകുമ്പോൾ അവിടെ കാണുന്ന ആ അർത്ഥമില്ലാത്ത ചിരികളും സംസാരങ്ങളുമൊക്കെ നിങ്ങളെ വല്ലാതെ തളർത്താറുണ്ടോ? ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുമ്പോൾ സമൂഹം ഉടനെ ഒരു ലേബിൾ ചാർത്തിത്തരും, ആന്റി സോഷ്യൽ അഥവാ അസാമൂഹിക ജീവിയെന്ന്. നിങ്ങൾക്ക് ഭയങ്കര അഹങ്കാരമാണെന്നോ അല്ലെങ്കിൽ നിങ്ങളൊരു പരാജയമാണെന്നോ ഒക്കെ പലരും പറഞ്ഞേക്കാം. എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം മറ്റുള്ളവരെ പോലെ എല്ലാവരോടും ഇടപഴകാൻ കഴിയാത്തത് എന്ന് നിങ്ങളും ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകുമല്ലേ? ശരി, നമുക്കിതിലേക്ക് നേരിട്ട് കടക്കാം. നിങ്ങൾ ഏകാന്തത ഇഷ്ടപ്പെടുന്നതിന് പിന്നിലെ മറഞ്ഞിരിക്കുന്ന മനഃശാസ്ത്രം എന്താണ്? സത്യം പറയട്ടെ, നിങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല എന്നതാണ് ഏറ്റവും വലിയ ശാസ്ത്രീയമായ യാഥാർത്ഥ്യം. നിങ്ങളുടെ ഈ സ്വഭാവം അഹങ്കാരമോ പരാജയമോ ഒന്നുമല്ല കേട്ടോ. മറിച്ച് നിങ്ങളുടെ തലച്ചോറ് വളരെ മികച്ച രീതിയിൽ പൂർണ്ണമായ പ്രവർത്തനക്ഷമതയോടെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതിനു പിന്നിലെ യഥാർത്ഥ സൈക്കോളജി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കാരണം ഇതാണ്: ബന്ധങ്ങളിലെ ഉയർന്ന നിലവാരം അഥവാ ഹയർ സ്റ്റാൻഡേർഡ്സ് ഫോർ കണക്ഷൻ. ഉപരിപ്ലവമായ ഇടപെടലുകൾ ഒഴിവാക്കിക്കൊണ്ട് യഥാർത്ഥവും അർത്ഥവത്തായതുമായ ബന്ധങ്ങൾ കണ്ടെത്താനുള്ള നിങ്ങളുടെ തലച്ചോറിന്റെ ഒരു മുൻഗണനയാണിത്. ഇതിനർത്ഥം നിങ്ങൾ ആളുകളെ മുഴുവനായി ഒഴിവാക്കുകയല്ല, മറിച്ച് യാതൊരർത്ഥവുമില്ലാത്ത സർഫസ് ലെവലിലുള്ള ബന്ധങ്ങളെ ഒഴിവാക്കുക മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത്. അതാണ് നിങ്ങളുടെ യഥാർത്ഥ സോഷ്യൽ സ്ട്രാറ്റജി. ഇതിലേറ്റവും കൗതുകകരമായ കാര്യമെന്താണെന്നാൽ, സുഹൃത്തുക്കളുടെ എണ്ണത്തേക്കാൾ നിങ്ങൾ അവരുടെ ഗുണനിലവാരത്തിനാണ് അഥവാ ക്വാളിറ്റിക്കാണ് പ്രാധാന്യം നൽകുന്നത് എന്നതാണ്. ഗുണനിലവാരമില്ലാത്ത 100 സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നതിനേക്കാൾ ചുരുക്കം ചില നല്ല സുഹൃത്തുക്കളെ കിട്ടുന്നതിനാണ് നിങ്ങളുടെ തലച്ചോറ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. വെറുതെ കാണുമ്പോൾ ചിരിക്കുന്ന, എന്നാൽ നിങ്ങളെ മാനസികമായി വല്ലാതെ ക്ഷീണിപ്പിക്കുന്ന വ്യാജ സൗഹൃദങ്ങൾ നിങ്ങളുടെ തലച്ചോറിന് ആവശ്യമില്ല. അത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. ഇനി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ആഴത്തിലുള്ള ചിന്തകളുടെ ആവശ്യം, അതായത് നിങ്ങൾക്ക് വളരെ ആഴമുള്ളൊരു ഉള്ളാലോകം, ഒരു ഡീപ്പർ ഇന്നർ വേൾഡ് ഉണ്ടെന്നാണ് മനഃശാസ്ത്രം വ്യക്തമാക്കുന്നത്. നിങ്ങളുടെ മനസ്സ് ചുറ്റുമുള്ള ഈ ലോകത്തെ എങ്ങനെ കാണുന്നു എന്നതിന്റെ അടിസ്ഥാനമാണിത്. സത്യത്തില് ഒറ്റയ്ക്ക് സമയം ചിലവഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വളരെ സമ്പന്നമായ ഭാവനയും വലിയ കൂർമ്മബുദ്ധിയും ഉണ്ടാകും. ഉയർന്ന ബുദ്ധിശക്തിയുള്ള നിങ്ങളുടെ തലച്ചോറ് എപ്പോഴും പുതിയ ആശയങ്ങൾക്കും അർത്ഥവത്തായ കാര്യങ്ങൾക്കും വേണ്ടിയാണ് തിരയുന്നത്. അതുകൊണ്ടുതന്നെ വെറുതെ മറ്റുള്ളവരെക്കുറിച്ച് ഗോസിപ്പ് പറയുകയോ ചുമ്മാ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുകയോ ചെയ്യുന്നൊരു ഗ്രൂപ്പിന് നടുവിലിരിക്കുന്നത് നിങ്ങൾക്ക് വല്ലാത്തൊരു ബോറടിയായിരിക്കും. കാരണം നിങ്ങൾക്കതുമായി ഒട്ടും റിലേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നതാണ് സത്യം. അർത്ഥമില്ലാത്ത സംസാരങ്ങളും ആഴത്തിലുള്ള സംഭാഷണങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കൂ. അർത്ഥമില്ലാത്ത ഈ ചെറിയ ചെറിയ സ്മാൾ ടോക്കുകൾ കേൾക്കുന്നത് നിങ്ങളുടെ തലച്ചോറിന് വലിയ ക്ഷീണമാണ് നൽകുന്നത്. എപ്പോഴും ആഴത്തിലുള്ള അർത്ഥം തേടുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഉപരിപ്ലവമായ സംഭാഷണങ്ങൾ അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ മാനസിക ഊർജം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് ശരിക്കും നിങ്ങളെ തളർത്തും. എന്തുകൊണ്ടാണ് ഈ ശാരീരികവും മാനസികവുമായ ക്ഷീണമുണ്ടാകുന്നത്? ഇതിനെ ക്ലിനിക്കൽ ഭാഷയിൽ ഉയർന്ന സാമൂഹിക സംവേദനക്ഷമത അഥവാ ഹൈ സോഷ്യൽ സെൻസിറ്റിവിറ്റി എന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ നാഡീവ്യൂഹം വളരെ സെൻസിറ്റീവാണ്. നിങ്ങൾക്ക് തീരെ താൽപ്പര്യമില്ലാത്തവരുമായി അല്ലെങ്കിൽ വ്യാജമായി പെരുമാറുന്ന ആളുകളുമായി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിന് ഒരുപാട് ഊർജം ചെലവാക്കേണ്ടി വരുന്നു. വളരെ കുറച്ച് സമയം മാത്രം ഇത്തരക്കാരുമായി സംസാരിച്ചാൽ പോലും ആ നഷ്ടപ്പെട്ട ഊർജം തിരിച്ചുപിടിക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ മണിക്കൂറുകൾ തന്നെ വേണ്ടിവരും. ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ. ബ്രിട്ടീഷ് ജേർണൽ ഓഫ് സൈക്കോളജിയിലെ പഠനങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുക. അർത്ഥമില്ലാത്ത സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നതിനേക്കാൾ പുതിയ ആശയങ്ങൾ കണ്ടെത്താനും ഉന്മേഷം ലഭിക്കാനും ബുദ്ധിമാന്മാരായ ആളുകൾ ഏകാന്തതയാണ് ഇഷ്ടപ്പെടുന്നത്. അതായത്, നിരന്തരം മറ്റുള്ളവരുമായി ഇടപഴകുന്നതിൽ അവർ വലിയ താൽപ്പര്യം കാണിക്കില്ല. അവർക്ക് ഏകാന്തത അഥവാ സോളിറ്റ്യൂഡ് എന്നത് പുതിയ ആശയങ്ങൾ കണ്ടെത്താനുള്ള ഒരു ഇൻക്യുബേറ്റർ പോലെയാണ്. അല്ലാതെ അതൊരിക്കലും പരാജയപ്പെട്ട ഒരു സാമൂഹിക ജീവിതത്തിന്റെ ലക്ഷണമല്ല. ഈ ഏകാന്തതയിലൂടെയാണ് അവർ തങ്ങളെ തന്നെ റിഫ്രഷ് ചെയ്യുന്നത്. ഇത് വളരെ വ്യക്തമായി കാണിച്ചു തരുന്നത് എന്താണെന്നാൽ, നിങ്ങൾ തികച്ചും സ്വയം പര്യാപ്തരാണ് എന്നതാണ്. ഇതിനെ കുറഞ്ഞ സാമൂഹിക ആശ്രയത്വം അഥവാ ലോ സോഷ്യൽ ഡിപ്പെൻഡൻസി എന്ന് വിളിക്കാം.
എനിക്ക് ആളുകളുടെ ഇടയിൽ വലിയ വിലയുണ്ട് എന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ നിങ്ങൾക്ക് വ്യാജ സുഹൃത്തുക്കളുടെ യാതൊരു ആവശ്യവുമില്ല. സ്വന്തമായി പ്രശ്നങ്ങൾ പരിഹരിക്കാനും കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാനും നിങ്ങൾക്ക് നല്ലപോലെ കഴിയും. മറ്റുള്ളവരിൽ നിന്നുമുള്ള അംഗീകാരത്തേക്കാൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സ്വന്തം മനസ്സിനെയാണ് ആശ്രയിക്കുന്നത്. ചുരുക്കിപ്പറഞ്ഞാൽ ഈ ഏകാന്തത നിങ്ങൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി വൈകാരികമായൊരു തലത്തിലേക്ക് കടക്കാം. നിങ്ങൾ എന്തുകൊണ്ടാണ് പുതിയ ആളുകളെ തെരഞ്ഞെടുക്കുന്നതിൽ ഇത്രയധികം ശ്രദ്ധിക്കുന്നത്? ഇതിനു പിന്നിലൊരു കാരണമുണ്ട്. നിങ്ങളുടെ ആഴത്തിലുള്ള ഒരു പ്രതിരോധ സംവിധാനമാണിത്. അതിനെ വിശ്വാസത്തിന്റെ അതിർവരമ്പ് അഥവാ ട്രസ്റ്റ് ത്രഷോൾഡ് എന്ന് നമുക്ക് വിളിക്കാം. അതായത് നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റും വലിയൊരു പ്രതിരോധ കോട്ട പണിയുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മുൻകാല അനുഭവങ്ങളെയാണ്. കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് നേരിടേണ്ടി വന്ന അവഗണനകളോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് നേരിടേണ്ടി വന്ന വലിയ ചതികളോ നിങ്ങളുടെ തലച്ചോറിനെ വല്ലാതെ മാറ്റിയിട്ടുണ്ടാകാം. ഈ മുൻകാല വൈകാരിക ആഘാതങ്ങൾ പുതിയ ബന്ധങ്ങളിലെ അപകടസാധ്യതകളെ വിലയിരുത്താൻ നിങ്ങളുടെ തലച്ചോറിനെ കൂടുതൽ സെലക്റ്റീവാക്കി മാറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു പുതിയ ബന്ധത്തിലേക്ക് കടക്കുന്നതിനു മുൻപ് നിങ്ങൾ 100 വട്ടം ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും നിർണായകമായ കാര്യം ഇതാണ്. നിങ്ങളുടെ ഈ അകലം പാലിക്കൽ നിങ്ങളൊരു മോശം വ്യക്തിയാണെന്നതിന്റെ ലക്ഷണമല്ല, മറിച്ച് വ്യാജന്മാരായ കാളുകൾ ഇനി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരാതിരിക്കാൻ നിങ്ങളുടെ തലച്ചോറ് തന്നെ തീർത്ത വളരെ ശക്തമായ ഒരു വലിയ പ്രതിരോധ കോട്ടയാണിത്. നിങ്ങളെ തന്നെ സംരക്ഷിക്കാനുള്ള പരിണമിച്ചുണ്ടായ ഒരു അതിജീവന തന്ത്രം. ഇതിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാവരോടും ചിരിച്ച് സംസാരിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും ക്ഷമ ചോദിക്കാൻ നിൽക്കരുത്. അനാവശ്യമായി നിങ്ങളുടെ വിലപ്പെട്ട ഊർജം കളയാതെ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യരായ ആത്മാർത്ഥതയുള്ള യഥാർത്ഥ സുഹൃത്തുക്കളെ ലഭിക്കുന്നതുവരെ കാത്തിരിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്താണ്. നമ്മുടെ ഈ ചെറിയ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോട് തന്നെയൊരു കാര്യം ചോദിക്കുക. നിങ്ങളുടെ ഈ പ്രതിരോധ കോട്ടയുടെ പേരിൽ മറ്റുള്ളവരോട് ക്ഷമ ചോദിക്കുന്നത് അവസാനിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ? മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്ന ചിന്ത മാറ്റിവെച്ച് നിങ്ങളുടെ തലച്ചോറിന്റെ ഈ പ്രത്യേകതകളെയും നിങ്ങളുടെ ഏകാന്തതയെയും പൂർണ്ണ സന്തോഷത്തോടെ സ്വീകരിക്കുക. മനുഷ്യ മനസ്സിന്റെ ഇത്തരം ഒത്തിരി രഹസ്യങ്ങൾ വരും ദിവസങ്ങളിലും നമ്മൾ ഡീകോഡ് ചെയ്യുന്നത് തുടരും. എല്ലാവർക്കും വളരെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.